ബൈബിളിലെ 73 പുസ്തകങ്ങളിൽ 4 അദ്ധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് റൂത്ത്. ന്യായാധിപന്മാരുടെ കാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടാകുന്നു. യൂദയായിലെ ബെത്ലഹേമിലുള്ള നവോമിയും ഭർത്താവ് എലിമലേക്കും 2 ആൺമക്കളും മോവാബിലേക്ക് യാത്രയാകുന്നു. അവർ അവിടെ താമസമാക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ നവോമിയുടെ ഭർത്താവ് മരിച്ചു. മക്കളായ മഹലോനും കിലിയോനും ഓർഫ, റൂത്ത് എന്നീ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. 10 വർഷത്തോളം അവർ ഒന്നിച്ചു ജീവിച്ചു. അതിനുശേഷം ആൺമക്കൾ 2 മരണപ്പെടുന്നു. നാട്ടിൽ ക്ഷാമം മാറിയപ്പോൾ നവോമി തിരികെ പോകാൻ തീരുമാനിച്ചു. അവർ മരുമക്കളോട് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. ഓർഫ തിരികെ പോകാൻ സമ്മതിക്കുന്നു. എന്നാൽ റൂത്ത് അമ്മയോടൊപ്പം ബെത്ലഹേമിലേക്ക് പോകുന്നു. ബാർലിക്കൊയ്ത്ത് സമയമായിരുന്നു. നവോമിയുടെ കുടുംബത്തിലുണ്ടായിരുന്ന ബോവാസിൻ്റെ തോട്ടത്തിലാണ് റൂത്ത് കാല പെറുക്കാൻ ചെന്നത്. അയാൾ അവളോട് കരുണ കാണിക്കുന്നു. തൻ്റെ ജോലിക്കാരോട് അവളെ ശല്യപ്പെടുത്തരുതെന്നും സഹായിക്കണമെന്നും ഏർപ്പാട് ചെയ്യുന്നു. നവോമിയുടെ നിർദ്ദേശപ്രകാരം ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ചാർത്തക്കാരോട് ആവശ്യപ്പെടുകയും അയാൾ അതിൽ നിന്ന് ഒഴിയുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കുകയും അവർക്ക് ഓബദ് എന്നു പേരായ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്യുന്നു. അവൻ ജസ്സയുടെ പിതാവാണ്. ജസ്സയുടെ പുത്രനാണ് ദാവീദ്. റൂത്തിൻ്റെ വിശ്വസ്തതയിൽ പ്രസാദിച്ച ദൈവം അവളെ യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ റൂത്തിൻ്റെ അധ്യായവും ചേർക്കപ്പെടുന്നു.